വിചാരധാര 3 പഴയ ഓണവിശേഷങ്ങൾ രണ്ടാം ഭാഗം. ഉത്രാടാഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം വേലൻ ശങ്കുപ്പണിക്കനും കുടുംബവും പൂപ്പടച്ചുവട്ടിൽ കാണിക്കുന്ന കലാപ്രകടനമാണ്. ഉടുക്കുപോലെയുള്ള ഒരു വാദ്യോപകരണം ശങ്കുപ്പണിക്കൻ്റെ കയ്യിലുണ്ട്. അതിൽ താളത്തിനും മേളമിടും. ശങ്കുപ്പണിക്കൻ്റെ മകൾ ശാന്തയുടെ പ്രത്യേക നൃത്തത്തിനൊപ്പമാണ് വാദ്യം. നൃത്തത്തിനൊത്ത് വേലൻ പാട്ട് പാടുന്നത് ശങ്കുപ്പണിക്കൻ്റെ ഭാര്യ. നൃത്തത്തിന് ശേഷം ശാന്തയുടെ പ്രത്യേകതരം അക്രോബാറ്റിക് ഷോ ഉണ്ട്. അതിൽ ഒരു ഐറ്റം വിവരിക്കാം. അവർ കൊണ്ടുവരുന്ന ഒരു വലിയ പൂച്ചെണ്ട് കമുകുവാരി ചെറുതാക്കി ചെത്തിമിനുക്കിയ തണ്ടിന്മേൽ മൂക്കിൻ തുമ്പത്ത് ബാലൻസ് ചെയ്ത് നിർത്തി മലർന്നു നിന്ന് കൈകൾ പുറകിൽ തറയിൽ കുത്തി നിന്ന് കാണിക്കുന്ന പ്രകടനം. അതിഗംഭീരമാണിത്. മൂക്കിൻ തുമ്പത്ത് ചെയ്തതിന് ശേഷം നാവ് നീട്ടി അതിൻ്റെ പുറത്തും ബാലൻസ് ചെയ്ത് നിർത്തി കാണിക്കും. ഈ സമയമെല്ലാം പാട്ടും മേളവും അനുഗമിക്കുന്നുമുണ്ടാകും. എൻ്റെ അമ്മ പൂവിട്ട് തീരുമ്പോഴേക്ക് ശങ്കുപ്പണിക്കനും കുടുംബവും തറവാട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ടാകും. ഈ ആഘോഷങ്ങളൊക്കെ എൻ്റെ കുരുന്നു മനസ്സിൽ കോറിയിട്ടത് ഇന്നും ജ്വലിച്ചു നിൽപ്പുണ്ട്. ഇടയ്ക്കിടെ തികട്ടി വരാറുമുണ്ട്. പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് വാർദ്ധക്യത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് സഹായകരമാണല്ലോ. ഓണാഘോഷങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായ ഉത്രാട നാളിലാണ് എൻ്റെ പേരമകൾ ജനിച്ചത്. 2000 ആണ്ട് ചിങ്ങമാസം ഉത്രാടത്തിൽ. വേദമോൾ എന്ന ഞങ്ങളുടെ ആദ്യത്തെ പേരക്കുട്ടി. അവൾ അന്നും ഇന്നും ഒരു മിടുമിടുക്കി. എല്ലാ വർഷവും ഓണക്കാലത്ത് ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ ഒരു മണിമുത്ത്. ഓണവിശേഷങ്ങൾ പറയുമ്പോൾ ഓണസദ്യയെപ്പറ്റി പറയാതെ വയ്യ. നേരത്തെ പറഞ്ഞതുപോലെ ഉത്രാടത്തിന് തുടങ്ങി ഉത്രട്ടാതി വരെ സകല വിഭവങ്ങളുമടങ്ങിയ സദ്യ ഉണ്ടാകും. സാമ്പാറും അവിയലും പാചകം ചെയ്യുന്നതിന് അമ്മയുടെ മേൽനോട്ടമുണ്ടാകും. തിരുവോണ ദിവസം എല്ലാവരും അവനവൻ്റെ ഭവനത്തിൽ നിന്ന് മാത്രമേ ആഹാരം കഴിക്കാവൂ എന്നൊരു നിശ്ചയമുണ്ട്. ഏതൊരു ദരിദ്രനോ പട്ടിണിപ്പാവമോ ആണെങ്കിലും ഈ നിശ്ചയം പാലിക്കാറുണ്ട്. ഓണപ്പിറ്റേന്നായ അവിട്ടനാളിൽ രാവിലത്തെ ആഹാരം ഓണത്തിൻ്റെ പഴയഞ്ചോറും കറികളുമാണ്. പല വീടുകളിലും അവിട്ടക്കട്ട എന്ന് ഇതിനെ കളിയാക്കി വിളിക്കാറുണ്ട്. അവിട്ടം ചതയം നാളുകളിലെ ഉച്ചയൂണിന് ഹൈന്ദവേതര അയൽക്കാരെ ക്ഷണിച്ചു വരുത്തി കൂട്ടാറുണ്ട്. ജാതിമത ഭേദമില്ലാതെ ഏവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണല്ലോ ഓണം. വാഴേട്ട് തറവാടിൻ്റെ അയൽക്കാർ അധികവും ക്രിസ്ത്യാനികളാണ്. അവരോടൊക്കെ അങ്ങേയറ്റം സൗഹൃദം പുലർത്തിയിട്ടുണ്ട് എക്കാലവും ഞങ്ങൾ. പുതുപ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത് വാഴേട്ട് വീട്ടിൽ നിന്നും വെറും 500 വാര മാത്രം അകലെയാണ്. അവിടുത്തെ പെരുന്നാൾ ആഘോഷം മേടമാസത്തിലാണ്. അതിനെപ്പറ്റി പിന്നീട് വിവരിക്കാം. 3 തലമുറകളുടെ ജീവിതം കണ്ടവനാണ് ഞാൻ. 1940കളിലും 50കളിലും 60കളിലും അത്യുന്നതമായ ജാതിമത സൗഹൃദം നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിൽ. നാട്ടിൻപുറങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ആയിരുന്നു അന്ന്. കൊടുക്കൽ വാങ്ങലുകളും ആഘോഷവേളകളിൽ ഒത്തൊരുമിച്ച് ചേരലും നല്ല സൗഹൃദങ്ങളും എന്നുവേണ്ട എല്ലാ തരത്തിലും സകല ജാതി മതസ്ഥരും ഒറ്റക്കെട്ടായി ജീവിച്ച 3 ദശാബ്ദങ്ങളായിരുന്നു അത്. അടുത്ത 3-4 ദശകങ്ങളിൽ, അതായത് 1970കളിലും 80കളിലും 90കളിലും 2000 ആണ്ടിലും ഈ 2000ങ്ങളിലും ഈ സൗഹൃദത്തിന് ഉണ്ടായ കുറവും ഞാൻ നേരിട്ട് കണ്ടതാണ്. ഏതായാലും പഴയ കാലങ്ങളിൽ ഓണം നാട്ടിലെ ഉത്സവമായിരുന്നു. നാട്ടാരുടെ ഉത്സവമായിരുന്നു. ജാതിമത ഭേദമന്യേ ആഘോഷിക്കപ്പെട്ടിരുന്ന ഏക ഉത്സവവും ഓണം.